ഹായ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ സിജോയ് ജോയ് ചാനൽ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താണ് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫേക്ക് ബിഗാണെങ്കിൽ, അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നു. അതും ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോയും രണ്ടും കൂടി ഈ ഒരു ചാനലിൽ ഇന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇത് ഞാൻ എൻ്റെ തലയിൽ വയ്ക്കാൻ പോവാണ്. അപ്പോൾ അതിന് ശേഷമുള്ള സംഭവമാണ്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് വിടാം. ഇത് ഞാൻ എൻ്റെ തലയിൽ വയ്ക്കുമ്പോൾ എത്ര പേർക്കാണ് ഭംഗി, എത്ര പേർക്കാണ് ഭംഗി കുറവ് എന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി വിടാം. അപ്പോൾ ഗൈസ്, ഞാനിത് വയ്ക്കാൻ പോവാണ്. ഗൈസ്, ഇത് ഫേക്ക് ബിഗാണ്. ഫേക്ക് ബിഗ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ അല്ലാത്ത ബിഗാണിത്. ഒറിജിനലാണെന്ന് വിചാരിക്കേണ്ട, ഞാനിത് ഫേക്ക് ഫേക്കാണിത്. അപ്പോൾ എത്ര പേർക്കാണ് ഭംഗി ഉള്ളത് നിങ്ങൾ നോക്കിയിട്ട് പറയണം. എത്ര പേർക്കാണ് ഭംഗി. ഫേക്ക് ബിഗാണ്, ഫേക്കാണിത്. കുറേ കൂടെ തണുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാനിത് തലയിൽ വെച്ചേക്കാണ്. എന്നെ കാണുമ്പോൾ ഭംഗിയുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ നിന്ന് ടൈപ്പ് ചെയ്ത് വിടുക. ഭംഗി ഇല്ലെങ്കിലും വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ നിന്ന് ടൈപ്പ് ചെയ്ത് വിടുക. അപ്പോൾ വിഗ് എങ്ങോട്ട് വേണമെങ്കിലും തിരിക്കാം. പലതര സ്റ്റൈലാണ് കിട്ടുന്നത്. അപ്പോൾ ഇതൊരു സ്റ്റൈല്, ഇതൊരു വേറൊരു സ്റ്റൈല്, ഇത് വേറെ സ്റ്റൈല്, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റൈലാണ്. അപ്പോൾ 4-5 തരമുണ്ട്. 1, 2, 3, 4 സ്റ്റൈല് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി വിട്ടേക്കാം, എഴുതി വിടാം.
ഏത് സ്റ്റൈലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, എഴുതി വിടുക. പിന്നെ ഇഷ്ടപ്പെടാത്തത് അതും കൂടി കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, എഴുതി വിട്ടേക്കുക. ഇതിപ്പോൾ വൈറ്റായിട്ടാണ് വന്നത്, പക്ഷെ ഞാൻ കൊടുത്തത് ബ്ലാക്കാണ് ഞാൻ കൊടുത്തത്. ഇതിൽ പരിപാടി ഇങ്ങനൊന്നല്ല, ഇതിന് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും ഞാൻ ഒപ്പിച്ചെടുത്തു എന്തായാലും. അപ്പം ഞാൻ അവിടുന്ന് നടന്ന് വരാൻ പോണേ. ഈ യൂട്യൂബ് തുടങ്ങുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആ രണ്ട് കാര്യമാണ് യൂട്യൂബ്. യൂട്യൂബ് തുടങ്ങുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആ രണ്ട് കാര്യങ്ങൾ ആണ് യൂട്യൂബിൽ ഉള്ളത്. അപ്പോൾ ആ രണ്ട് കാര്യങ്ങളും ഒന്ന് ഗുണം മറ്റൊരു ദോഷം. ഇംഗ്ലീഷിൽ പോസിറ്റീവ്, നെഗറ്റീവ്. പോസിറ്റീവ് അതിനർത്ഥം നല്ല നല്ല കാര്യങ്ങൾ, ഗുണങ്ങൾ എന്നാണ് അർത്ഥം. പിന്നെ നെഗറ്റീവ് ചീത്ത കാര്യങ്ങൾ, തെറ്റായ കാര്യങ്ങൾ, അതാണ് നെഗറ്റീവിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് രണ്ടുമാണ് യൂട്യൂബ് മെയിനായിട്ട് യൂട്യൂബിൽ ഇത്രയും ആണ് കിട്ടിയ സംഭവമാണ്. ഈ രണ്ട് സംഭവം അതാണ് യൂട്യൂബിനുള്ളത്. ഈ രണ്ട് നമ്മൾ അനുസരിച്ച് ചെയ്യണം. ഈ തെറ്റായ വീഡിയോസ് ഇടരുത്. പിന്നെ ചില നല്ല വ്ളോഗൊക്കെ യൂട്യൂബിലേക്ക് അതിൽ യാതൊരു വിധ കുഴപ്പമില്ല. അതിൻ്റെ നല്ലൊരു കാര്യമാണ്, നല്ലൊരു വ്ളോഗാണ്. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിടാം. തെറ്റായ കാര്യങ്ങളൊന്നും യൂട്യൂബിലേക്ക് പോകും. പിന്നെ അത് മാത്രമല്ല, ഞാൻ പറയുന്ന സംഭവങ്ങളുടെ സംസാരം എത്ര പേരാണ് എത്ര പേരാണ് അവർക്ക് കൂട്ടാറില്ലാണ്ട് ഇല്ല. അവർക്കൊക്കെ ഈ സംസാരത്തിന് ചിലപ്പോൾ വിഷയം പറയാനില്ല, വർത്തമാനം പറയാറില്ല, ഡിസ്കസ് ചെയ്യാറില്ല. എനിക്ക് വല്ലപ്പോഴാണ് അടുത്തിട്ട് ആൾക്കാർ വരും. അപ്പോൾ അതുവരെ ഞാൻ ഒറ്റയ്ക്കാണ് ഇരിക്കും, ആളില്ല. ബോൾ ഇടിക്കണമെങ്കിൽ ഇതിലെ ടി വി. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾക്കും ജീവിതശൈലി. പിന്നെ അതിനൊരു യൂട്യൂബ്, പിന്നെ ചില കാര്യങ്ങൾ അങ്ങനെ കാണിക്കും. എന്നാൽ എന്താണ് എന്നോട് ചെയ്യാനായിട്ട് പറയുന്നതൊക്കെ ഞാൻ അമ്മയ്ക്ക് ചെയ്തു. പിന്നെ ചിലപ്പോൾ സമയത്ത് ഞാൻ ഒരു 3 താമസം മാത്രമല്ല, ചില സമയത്ത് ഞാൻ വീട്ടിലെ സാധനങ്ങളോ വീട്ടിലെ സാധനങ്ങളൊക്കെ ഞാൻ ഒതുക്കി ഞാൻ വയ്ക്കാറുണ്ട്. ഉച്ചയാലും വൃത്തിയാക്കും. അങ്ങനെ ചില സമയത്ത് ഞാൻ ചെയ്യാറുണ്ട്, ചില സമയത്ത് അമ്മയ്ക്കൊക്കെയാണ് ചെയ്യുന്നത്. ഞാൻ എല്ലാ ദിവസവും ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ
അടിച്ചു വരും. ഞാൻ തന്നെ തിന്നണം, ഞാൻ തന്നെ അടിച്ചു വരും, ഞാൻ തന്നെയാണ് അടിച്ചു വരും എല്ലാ ദിവസവും. ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കാൻ ചെയ്യും, എൻ്റെ ഭക്ഷണ ആവശ്യങ്ങൾ ഇങ്ങനെ താഴേക്ക് പോകുമ്പോൾ അത് ഞാൻ തന്നെയാണ് അടിച്ച് കഴിക്കുക. അത് എൻ്റെ ശൈലിയാണ്, എൻ്റെ ജീവിതശൈലി. ഞാൻ തന്നെ അത് അടിച്ചു വൃത്തിയാക്കും. ഞാൻ ഇരിക്കുന്ന എൻ്റെ ഇരിപ്പിടം നല്ല രീതിയിൽ വെളുപ്പാക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു എനർജിയാണ്. പിന്നെ എല്ലാ ദിവസവും നിങ്ങളെ അമ്മമാരെ, നിങ്ങളെ പ്രിയപ്പെട്ടവരെ, ചേട്ടനെയും ചേച്ചിനൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് കുറച്ചുകൂടി ഒരു എനർജി കിട്ടും, ഒരു ഉഷാർ നല്ല ആക്കിയത്. ചിലരുണ്ട് ഈ ചാനൽ തുടങ്ങിയിട്ട് അമ്മമാരെയും അച്ഛന്മാരെയും ചടങ്ങുകളൊക്കെ സഹായിക്കുന്ന ഒരു നല്ല കാര്യങ്ങൾ അതിലൂടെ ഒറിജിനലായിട്ടും ചെയ്യുന്നവരുണ്ട്, ചെയ്ത് പഠിച്ചു വരുന്നവരുണ്ട്. യൂട്യൂബ് നമുക്ക് എത്ര നല്ല നല്ല കാര്യങ്ങളാണ് പറഞ്ഞു തന്നെ അറിയും. അതിനോടുപരി ദോഷമുണ്ട്. ഈ രണ്ടും ചേർന്നിട്ടാണ് യൂട്യൂബ് സറി. അപ്പോൾ നല്ല കാര്യം ഇരിക്കുന്നത് തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് യൂട്യൂബ് ചാനൽ ഓരോ കാര്യങ്ങളില്ല. ഇപ്പോൾ അച്ഛനായിട്ട് നമ്മൾക്ക് പിന്നെ മക്കളെ സഹായിക്കുന്ന യൂട്യൂബിൽ ഇടാനും നല്ല നല്ല കാര്യങ്ങൾ. അതിലൂടെ ശരിക്കും ലൈഫ് ലോങ് വരെ വന്നുകൊണ്ട് ഈ ലൈഫ് ലോങ് ഇങ്ങനെ വന്നിട്ട് നമുക്ക് ഇപ്പോൾ വരെ മാറ്റി വെച്ചിട്ടുണ്ട്. യൂട്യൂബ് ചാനൽ പഠിച്ച് സമയത്ത് മാറ്റി വെച്ചിട്ട് ഇങ്ങനെ വളരെ സഹായിച്ചവരൊക്കെ ഉണ്ട് നാട്ടിൽ. അന്ന് ഒരുപാട് നല്ല കാര്യങ്ങൾ യൂട്യൂബ് നമുക്ക് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് തന്നാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഒക്കെ ഉഷാറാക്കിയത് യൂട്യൂബിൽ തന്നെയാണ്. യൂട്യൂബിൽ തന്നെയാണ് എന്നെ കുറിച്ച് നോക്കുന്നത്. ന്യൂസ് കൂടുതൽ കിട്ടിയെങ്കിലും കുറവാണെങ്കിലും എനിക്ക് അതൊരു വലിയ സന്തോഷമാണ്. യൂട്യൂബിൽ നിന്ന് കിട്ടും. അത് എത്ര പേര് കാണുമെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും യൂട്യൂബിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. തെറ്റായി വീടുകളിൽ ഇടരുത് ഞാൻ കാണുന്ന ആളും പിന്നെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് അതൊക്കെ യൂട്യൂബിൽ ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ വ്ളോഗ്. ഇത് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം വിളിച്ച ആൾക്കാരൊക്കെ സഹായിക്കുന്ന ഒരു സന്ദർഭമാണ് കാണുന്നത്. അതുപോലെ പറഞ്ഞിട്ട് ഗൈസ് ഞാൻ പ്രത്യേകിച്ചൊന്നും വിചാരിക്കരുത്. യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അതിനൊരു ഓപ്പോസിറ്റായിട്ട് ദോഷങ്ങളുണ്ട്. ഇംഗ്ലീഷിൽ പറയാന്ന് വെച്ചാൽ ഗുണങ്ങൾ ഇംഗ്ലീഷ് പോസിറ്റീവാണ്, ദോഷം
ഞാൻ ഇപ്പോൾ ഈ വ്ളോഗ് അത് നെഗറ്റീവാകാം പോസിറ്റീവാകാം. കാരണം ഓഡിയൻസിൻ്റെ റെഫറൻസ് എങ്ങനെയാണോ മറുപടി എങ്ങനെയാണോ അതാണ് ഈ നമ്മൾ വീഡിയോയിൽ ഇടുന്ന പോസിറ്റീവ് എന്നായിരിക്കും. ഓഡിയൻസിൻ്റെ റെഫറൻസ് അനുസരിച്ചിരിക്കും നമ്മുടെ വീഡിയോ. അത് ചിലപ്പോൾ നല്ലതായിരിക്കും, അതൊന്നും ചീത്തയായിരിക്കും, അതിന് വേറെ എന്തെങ്കിലും ആയിരിക്കും. കാരണം ഓഡിയൻസിൻ്റെ റെഫറൻസ് പോലെയാണ് യൂട്യൂബ് ചാനൽ എന്ത് ചെയ്യണം, ഹൈ ആക്കും. വേണമെങ്കിൽ ലോ ആക്കാം, അതല്ലെങ്കിൽ ഹൈ ആക്കാം. അത് ഓഡിയൻസിൻ്റെ റെഫറൻസ് അനുസരിച്ചിരിക്കും. യൂട്യൂബ് മാത്രമല്ല, ഫേസ്ബുക്ക്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം ഒക്കെ ഇതുപോലെ തന്നെയാണ്. ഓഡിയൻസിൻ്റെ റെഫറൻസ് അനുസരിച്ചിരിക്കും ഇതിൻ്റെ അൽഗോരിതം ഹൈയും ലോയും. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ചെയ്യണം, നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യണം. ഈ നെഗറ്റീവുള്ളത് പരമാവധി റിമൂവ് ചെയ്യണം. എന്നിട്ട് പോസിറ്റീവ് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യും. അത് വിജയിക്കണമെന്നില്ല, ചിലപ്പോൾ തോൽക്കും, ചിലപ്പോൾ വിജയിക്കും, ചിലപ്പോൾ തോൽക്കും. ഈ തോൽവി വിജയം നമ്മുടെ ലൈഫിലേക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ വേണമെങ്കിൽ സംഭവിക്കും. ഒരാളും വിജയിച്ചിട്ടേ ഇല്ല. ഒരാൾ ജീവിതത്തിൽ ഒരിക്കലും വിജയിച്ചിട്ടേ ഇല്ല. ചില സമയത്ത് ജയിക്കും, ചില സമയത്ത് ജയിക്കും, ചില സമയത്ത് തോൽക്കും. ഇങ്ങനെയാണ് അങ്ങനെ ശബ്ദം മാറി മാറി. അതേപോലെ തന്നെയാണ് ഒരു സമയത്ത് ജയിക്കും, ഒരു സമയത്ത് എന്ത് ചെയ്യും, തോൽക്കും. ഒരു സമയത്ത് ജയിക്കും, ഒരു സമയത്ത് തോൽക്കും. അങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ ഉള്ള ചില മാറ്റങ്ങൾ. അതുപോലെ തന്നെയാണ് യൂട്യൂബ് ആയിട്ടുള്ള സംഭവം. യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം ഒക്കെ ഇതുപോലെ തന്നെയാണ്. ഓഡിയൻസിൻ്റെ റെഫറൻസ് അനുസരിച്ചിരിക്കും ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമൊക്കെ. അപ്പം എന്ത് ചെയ്യുക, അതിനോട്ട് വീടുമ്പോൾ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക. അത് പൊട്ടട്ടെ, ജയിക്കട്ടെ, ഇതാക്കിയിട്ട് പഠിക്കും. വിജയിക്കണമെന്ന് വിചാരിക്കരുത്, കാരണം തോൽവി സംഭവിക്കും. മനസ്സിലായി, തോൽവി സംഭവിക്കും. എൻ്റെ എല്ലാ യൂട്യൂബ് ചാനലിലും ഓരോ വീഡിയോ വിജയിച്ചിട്ടൊന്നുമില്ല. വിജയമുള്ളത് ചില വീഡിയോ ചില ഷോയിലൊക്കെയാണ് ഇത്തിരി മുന്നേറിയിരിക്കുന്നത്. അതാണ് പിന്നെ വിജയം ഉണ്ടാവില്ല. ചില സമയത്ത് വിജയിച്ച സമയത്ത് തോന്നും. ഇങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ നടക്കുന്നത്. പ്ലീസ് ചിലവരെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ അതിന് മുമ്പ് മടി പിടിച്ചിരിക്കുന്നത് അവരത് യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷം കണ്ടന്റ് വേണ്ടി പല പല അച്ഛനമ്മമാരെ അടുത്തേക്ക് പോയിട്ട് സഹായിക്കുന്നുണ്ട്. ഓരോ വീഡിയോ യൂട്യൂബ് ചാനൽ അങ്ങനെ അവർ ചെയ്ത് ഇട്ടിട്ടുമ്പോൾ കുറച്ച് സമയത്തേക്ക് മൊബൈൽ ഫോൺ യൂട്യൂബ് മാറ്റിയിട്ട് എന്ത് ചെയ്യും, ഒറിജിനലായിട്ട് അച്ഛനമ്മമാരെ ഒരു സഹായിച്ചു. അങ്ങനൊരു മൈൻഡ് യൂട്യൂബിൽ നിന്ന് അങ്ങനെ സഹായിക്കും.
യൂട്യൂബില്ല. യൂട്യൂബ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനും പറ്റും, പഠിക്കാനും പറ്റും, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുക്കിംഗ് അറിയാത്തവരുണ്ട്, പാചകം ചെയ്യാൻ അറിയാത്തവരുണ്ട്. ഒരു കാര്യം ഒരു പാചകം പോലും അറിയാത്തവരും ഒരു കാര്യം പോലും ചെയ്യാൻ അറിയാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ എങ്ങനെയാണ് ഇതൊക്കെ പഠിക്കുന്നത്? യൂട്യൂബിൽ നിന്നാണ്. യൂട്യൂബിൽ അതിൻ്റെതായിട്ടുള്ള വീഡിയോസ് ഓരോരുത്തരും അപ്ലോഡ് ചെയ്ത് കറക്റ്റായിട്ട് നോക്കിയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ അതെന്തിനൊക്കെ യൂട്യൂബിൻ്റെ ഘടകമാണ്. അതിൽ നിന്നാണ് ഇന്ന് പലര് എത്തിക്കുന്നത്. ഇതിന് മുതലാളിയും വലിയ ഓഫീസർമാരൊക്കെ ഇത് പറയൂ, ഈ യൂട്യൂബിൽ കണ്ടുപിടിച്ചാണ് വലിയ മനുഷ്യന്മാരെ ഇത് അറിയും. അല്ലാതെ പുസ്തകം വായിച്ചിട്ടൊന്നല്ല. ഇതിൽ നിന്ന് നല്ല നല്ല വീഡിയോസ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ വായിച്ച് ചെയ്ത് പഠിച്ചിട്ടാണ് അവർ എന്തെങ്കിലും നിലയ്ക്കെത്തിയത്. ഇപ്പോൾ യൂട്യൂബ് മാത്രമല്ല, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം ഒക്കെ നല്ല നല്ല കാര്യങ്ങൾ ഒക്കെ ചെയ്ത് കാണിച്ചു തരും. അതിനോടൊപ്പം ദോഷമുണ്ട്. ഞങ്ങളിപ്പോൾ ബേസിക്കായിട്ട് പറയുന്നത് നല്ല നല്ല കാര്യങ്ങളാണ്. അപ്പോൾ ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? നല്ല രീതിയിൽ പഠിച്ച് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഓഫീസർമാർ ആകാം, ആകാനായിട്ട് പറ്റും. അവരൊക്കെ ഈ പഠിച്ചിട്ടില്ല. ഇത് പല പഠിച്ചാണ് ഇതിന് പറ്റി എനിക്ക് മനസ്സിലാവുന്നില്ല. താല്പര്യമില്ല. അതെങ്ങനെയാണ് ഇത്രത്തോളം കണ്ട് പഠിക്കണം, ആരെയും കണ്ട് പഠിക്കണം, ഇത്രയും വലിയ വലിയ ഓഫീസിൽ നിങ്ങളുടെ കാര്യത്തിൽ ഇതുപോലെ ഫോണുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ഓഫീസിലോ സാധനം ഒക്കെ ആവാം, ഇതിൽ കുക്കിംഗ് ഒക്കെ ആവാം. ഇതുപോലെ ഒരു ഫോണുണ്ടെങ്കിൽ പിന്നെ നമുക്കിനി നമുക്കിനി അടുത്ത വീഡിയോയിൽ അടുത്ത സംഭവത്തിൽ വരാം. അതുവരെയ്ക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.